പ്രവാചകൻ രഹസ്യമായി ജനങ്ങളെ ക്ഷണിച്ചു. മനസ്സിലാക്കിയ ഏറ്റവും വലിയ സത്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ ആ വാക്കിന്റെ അർത്ഥം ഇതാ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളില്ല എന്നതാണ്. ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യരെ സൃഷ്ടിച്ച, മനുഷ്യന്റെ മിടിക്കുന്ന ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്ന ആ സൃഷ്ടാവിനെ, അവനെ ആരാധിക്കണം. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രൈസ്തവനെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും അവരെയെല്ലാം സൃഷ്ടിച്ച ആ ഏകനായ സൃഷ്ടാവിനെ, മുസ്ലിമിന്റെ ദൈവത്തെയല്ല, അറബിയുടെ ദൈവത്തെയല്ല, അറബിയുടെയും അജമിയുടെയും അങ്ങനെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ആ ദൈവത്തെ ആരാധിക്കണമെന്ന ആദർശം രഹസ്യമായി പ്രവാചകൻ ക്ഷണിച്ചു. പ്രവാചകനോട് അടുപ്പമുള്ളവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു. കുടുംബം ഇസ്ലാം സ്വീകരിച്ചു, ഭാര്യ ഇസ്ലാം സ്വീകരിച്ചു, മക്കൾ ഇസ്ലാം സ്വീകരിച്ചു, വീട്ടിൽ കഴിയുന്ന അലി റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചു. 3 വർഷത്തിന് ശേഷം റബ്ബിന്റെ കൽപ്പനയുണ്ടായി, വഅൻദിർ അശീറതകൽ അഖറബീൻ, പരസ്യമായി പ്രഖ്യാപിക്കണം. തന്റെ കുടുംബക്കാർക്കിടയിലേക്ക് ചെന്ന് ഈ സത്യം മൂടി വെക്കേണ്ടതല്ല, ഈ സത്യം മറച്ചു വെക്കേണ്ടതില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സത്യം, ഈ സത്യം മുഴങ്ങട്ടെ, ജനങ്ങളോട് പറയട്ടെ. പ്രവാചകരെ, ജനങ്ങളിലേക്ക് പടരുക, ഈ ആദർശം കൈമാറുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മലമുകളിലേക്ക് കയറി അറബികളോട് ചോദിക്കുന്നു, പ്രിയപ്പെട്ടവരെ, ഈ മലയുടെ പിറകിൽ നിന്നൊരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഇതാ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമോ? നിങ്ങൾ അംഗീകരിക്കുമോ? അവരുടെ മറുപടി, മാ ജറബ്ന അലൈക കദിബൻ, മുഹമ്മദ്, ഞങ്ങൾ അംഗീകരിക്കും. കളവെന്താണെന്ന് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല. നിങ്ങളുടെ സംസാരത്തിൽ, നിങ്ങളുടെ ക്രയവിക്രയങ്ങളിൽ, നിങ്ങളുടെ ഇടപാടുകളിൽ ഒരു കളവിന്റെ നാമ്പ് പോലും ഞങ്ങൾക്ക് പരിചയമില്ല. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ നിഷേധിക്കുക? അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നത്, എങ്കിൽ മനുഷ്യരെ, അതിനേക്കാൾ വലിയൊരു സത്യമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ആദർശം പറഞ്ഞതോടുകൂടെ ആ നാടെതിരാവുകയാണ്. അബൂലഹബിന്റെ മറുപടി, തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ, മുഹമ്മദേ, നിനക്ക് നാശം. ഇതിനു വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഇങ്ങനെ കാരണവന്മാരായി ആരാധിച്ചു വരുന്ന വിഗ്രഹങ്ങളെ വിട്ട്, ഇബ്രാഹിം നബിയെ വിട്ട്, ഇസ്മായിൽ നബിയെ വിട്ട്, ഞങ്ങളുടെ കൈകൾ കൊണ്ട് നിർമ്മിച്ച ആരാധ്യന്മാരെ വിട്ട് ഏകനായൊരു റബ്ബ് മാത്രം, ഏകനായൊരു സട്ടാവ് മാത്രം എന്ന ആദർശമാണോ നീ പറയുന്നത്? നിനക്ക് നാശം എന്നവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്.